അസ്സലാമു വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന്യരായ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഖിസ്സത്തു സയ്യിദിനാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഖിസ്സത്തുൻ ഖാരിഖത്തുൽ ലിൽ ആദത്തി. തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ അത്യത്ഭുതകരമായ അത്യപൂർവമായ ഒരു കഥ. ഇതുവരെ നമ്മുടെ രീതി, നമ്മൾ ശീലിച്ച അനുഭവിച്ച രീതിക്ക് വിരുദ്ധമായി വിപരീതമായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനവും ജീവിതവുമെല്ലാം. ഖിസ്സത്തുൻ ഖാരിഖത്തുൽ ലിൽ ആദത്തി, പതിവിന് വിരുദ്ധമായ, പതിവിന് വിപരീതമായ ഒരു കഥ. ഖാരിഖ എന്ന് പറഞ്ഞാൽ പൊളിച്ചു കളയുന്ന എന്നാണ്. ആദത്ത് എന്ന പതിവ്. അപ്പോൾ പതിവിനെ പൊളിച്ചു കളയുക എന്ന് പറയുന്നത് പതിവിന് വിരുദ്ധമായ എന്നർത്ഥം. ആ ഒരു കഥയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പറയാൻ പോകുന്നത്. ദൗറു സയ്യിദിനാ ഈസാ അലൈഹിസ്സലാം. ദൗർ എന്ന് പറഞ്ഞാൽ ഘട്ടം എന്നിവിടെ അർത്ഥം പറയാം. ദാറ യദൂറു ദൗർ, കറങ്ങുക എന്നാണ് അർത്ഥം. സർക്കിൾ ഉണ്ടല്ലോ, സർക്കിള്, വട്ടം, അതിന് ദൗർ എന്ന് പറയും. എന്തായാലും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഘട്ടം വരുന്നത് വഹുവ ആഖിറു റുസുലി, അദ്ദേഹം അവസാനത്തെ ദൂതനാണ്. ഖബില നബിയ്യിന മുഹമ്മദിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ്, നബിക്ക് മുമ്പുള്ള അവസാനത്തെ പ്രവാചകൻ. ആ ഒരു കഥ എന്നുള്ളത്, ആ ഒരു ഘട്ടം എന്നുള്ളത് വഹിയ ഖിസ്സത്തുൻ, അതൊരു കഥയാണ്. തജല്ലത്ത് ഫിഹ, ആ കഥയിൽ വെളിവാവുന്നു. തജല്ല ലഹറ, എന്താണ് വെളിവാവുന്നത്? ഇറാദത്തുല്ലാഹിൽ കാഹിറ, ഭീമമായ, വലിയ. കാഹിറ എന്ന് പറഞ്ഞാൽ അവിടെ അലീമ, വലിയ. അള്ളാഹുവിൻ്റെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം പോലെയല്ല അള്ളാഹു. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു കഥ. അതുപോലെ വഖുദ്റത്തുല്ലാഹിൽ മുത്ലഖ, അള്ളാഹുവിൻ്റെ, അവിടെ നിരുപാധികം എന്ന് പറയാം. അഥവാ അള്ളാഹുവിന് ഒരു ഉപാധിയുമില്ല കഴിവിന്. നമ്മുടെ കഴിവ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചാണ്, അല്ലേ? എപ്പോഴും അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരുണ്ടെങ്കിൽ നമ്മളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഒരു കാട് വെട്ടി തെളിക്കാനാണെങ്കിൽ കൈക്കോട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കുദ്റത്ത്. മറ്റൊന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. അള്ളാഹുവിൻ്റെ കുദ്റത്ത് അങ്ങനെയല്ല, ഒന്നും ആവശ്യമില്ല. അതാണ് മുത്ലഖ എന്ന് പറഞ്ഞാൽ. നിരുപാധികമായ അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ഭീമമായ വലിയ ഇറാദത്തും ഒക്കെയുള്ളത്. പിന്നെയോ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഇറാദത്ത്, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, മൂന്ന് വഹിക്മത്തുല്ലാഹി ദഖീഖ, സൂക്ഷ്മമായ അള്ളാഹുവിൻ്റെ യുക്തി, വളരെ അതിസൂക്ഷ്മമായ അള്ളാഹുവിൻ്റെ യുക്തി. എന്തിനാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ പിതാവില്ലാതെ വളർത്തുന്നത്? അതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു യുക്തിയുണ്ട്, അതൊക്കെ നമ്മൾ പറയും. ഫഅംറുഹു കുല്ലുഹു, ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കഥ മാത്രമല്ല, മറ്റൊരുപാട് കഥകളുണ്ട്. ഏതായാലും ഫഅംറുഹു കുല്ലുഹു, നമുക്ക് ഈസാ നബിയുടെ കഥ പറയാം. ഈസാ നബിയുടെ കാര്യങ്ങൾ മുഴുവൻ ഖാരിഖുൽ ലിൽ ആദത്തി, പതിവിനെ പൊളിച്ചു കളയുന്നതായിരുന്നു. വിലാദത്തുഹു, അദ്ദേഹത്തിൻ്റെ ബർത്ത്, ജനനം, ഖാരിഖത്തുൽ ലിൽ ആദത്തി, അതും പതിവിന് വിരുദ്ധമായിരുന്നു. കാരണം ഹാറത്ത് ഫീഹൽ അൽബാബ്, അത്ഭുതപ്പെട്ടു. ഹാറ, ആ വളർച്ചയിൽ, ആ ഒരു ജനനത്തിൽ ബുദ്ധിയുള്ളവരെല്ലാം അത്ഭുത പരതന്ത്രരായി മാറി. അൽബാബ് എന്ന ലുബിൻ്റെ ജമ്മാണ്. ബുദ്ധി എന്നാണ് ശരിക്കർത്ഥം. ഇവിടെ ബുദ്ധി ഉള്ളവർ എന്ന് നമ്മൾ അർത്ഥമാക്കണം. ബുദ്ധികൾ അത്ഭുത പരതന്ത്രരായി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ. വനുസിഖത്ത് ഫിഹ, നസഖ എന്ന് പറഞ്ഞാൽ ഒരു നിയമം ഇല്ലാതാവുന്നതിനാണ് നസഖ എന്ന് പറയാം. മൻസൂഖ, വനാസിഖ്, മൻസൂഖ്. ഇപ്പോൾ ഖുർആനിൽ തന്നെയുണ്ട് നാസിഖായ ആയത്തുകൾ, മൻസൂഖായ ആയത്തുകൾ ഉണ്ടാവും, അല്ലേ? യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ ആയത്തുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ആയത്ത് വരും. അപ്പോൾ യുദ്ധം രണ്ടാമത് വരുന്ന ആയത്ത് നാസിഖായിരിക്കും, മറ്റേത് മൻസൂഖായിരിക്കും. ദുർബലപ്പെട്ടു പോകും ആദ്യത്തെ നിയമം.
എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരുന്നു. പ്രകൃതിപരമായ നിയമങ്ങൾ. ആ പ്രകൃതിപരമായ നിയമങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ വാപ്പിയും വേണം ഉമ്മയും വേണം, അല്ലേ? അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലേ ഒരു കുഞ്ഞ് ജനിക്കുള്ളൂ എന്നുള്ളത് എന്തായിരുന്നു? പ്രകൃതി നിയമമായിരുന്നു. അതിനെ പൊളിച്ചു കളഞ്ഞു അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അല്ലേ? വനുസിഖത്ത് ഫീഹ, ആ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനത്തിൽ ദുർബലപ്പെട്ടു പോയി അൽ ഖവാനീനു ത്വബീഇയ്യ, പ്രകൃതിപരമായ പ്രകൃതിയിലുള്ള ഒരുപാട് നിയമങ്ങൾ എല്ലാം ദുർബലപ്പെട്ടു പോയി. വശക്കൽ ഈമാനു ബിഹ, ഇത് വിശ്വസിക്കൽ പ്രയാസകരമായി മാറി. ഇങ്ങനെ ഒരു ജനനമോ, ഈ ജനനം വിശ്വസിക്കുക എന്നുള്ളത് ഷക്ക, മഷക്കത്ത്, ബുദ്ധിമുട്ട് എന്ന് പറയില്ല, അതിൻ്റെ ഫീലാണ് മാളിയായ സുലാസിയായ ഫീല്. ഷക്ക, പ്രയാസകരമായി മാറി. അൽ ഈമാനു ബിഹ, അദ്ദേഹത്തിൻ്റെ ജനനം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളത്, തസ്ദീഖുലഹ, അത് സത്യസന്ധമാക്കുക എന്നുള്ളത്. ആർക്ക്? അലാമൻ, ഒരുത്തർക്ക്, ആമന ബിൽ ഖവാനീനി ത്വബീഇയ്യ, പ്രകൃതിപരമായ നിയമങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക്. ഓക്കെ, അവരെങ്ങനെയുള്ള ആളുകളാണ്? അവർ വിശ്വസിക്കുന്നതൊക്കെ ഇലാഹിൻ, ഒരു ദൈവത്തിലാണ്, ഒരു ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ. ലാ യസൂലു വലാ യഹൂലു, അയാൾക്ക് യഹൂലു എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം ഹൗല്, കഴിവില്ലാത്ത, ലാ യസൂലു, അനങ്ങാത്ത. അങ്ങനത്തെ ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഇത് വല്ലാത്ത ഭയങ്കര പ്രയാസകരമായി തോന്നും, അല്ലേ? സനമകളിലെല്ലാം വിശ്വസിച്ചിരുന്ന ആളുകൾക്ക്. പിന്നെ ആർക്കും വആമന ബിത്തജ്രിബത്തി, കുറേ അനുഭവങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക്. വൽ മുഷാഹദത്തി, കണ്ടുമാത്രം കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക്. പിന്നെ എന്ത് വിശ്വസിച്ചിരുന്ന ആളുകൾക്കും വബി അഹ്കാമി തിബ്ബി വത്വബീഅത്തി, മെഡിസിൻ്റെ അതുപോലെ തന്നെ പ്രകൃതിയുടെ ഹുക്കുമുകളിൽ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം വളരെ അത്ഭുതകരമായി തോന്നി. ഏതുപോലെ? കനാമൂസിൻ, നാമൂസ് പറഞ്ഞാലും കാനൂന് തന്നെയാണ് അർത്ഥം, നിയമം. ചില നിയമങ്ങൾ ലാ യതഗയ്യറു വലാ യതബദ്ദലു, അതൊരിക്കലും മാറൂല, അത് മാറ്റിമറിക്കപ്പെടൂല എന്ന് വിശ്വസിച്ചിരുന്നവർ, അവർക്ക് ഇതും അല്ലാത്ത അത്ഭുതം. എങ്ങനെ ഇപ്പോൾ ഈ നിയമം മാറിയത്? തഗയ്യറ മാറുക, തബദ്ദല മാറുക, ബദല്, അതാണ് കാരണം. വജഹില ഖുദ്റത്തല്ലാഹി, അവര് അല്ലേ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, വജഹില ഖുദ്റത്തല്ലാഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കുറിച്ച് അറിയാത്തവർക്കും ഇത് അത്ഭുതകരമായി. അല്ലത്തി, എങ്ങനത്തെ ഖുദ്റത്ത്? അഹാത്തത് ബികുല്ലി ഷൈഇൻ, ഈ ലോകത്തെ എല്ലാ വസ്തുക്കളെയും ചുറ്റി അള്ളാഹുവിൻ്റെ ഒരു ഖുദ്റത്തുണ്ട്. ആ ഖുദ്റത്ത് വെച്ചിട്ട് ഈ ലോകത്ത് എന്തും നടക്കും. എത്ര അത്ഭുതകരമെന്ന് നമുക്ക് തോന്നുന്ന, എത്ര അപൂർവമെന്ന് നമുക്ക് തോന്നുന്ന, എത്ര അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യവും. വഗലബത്ത് അലാ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിൻ്റെ മേലും അതിജയിച്ച് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ആ കഴിവ്. വ ഇറാദത്തുഹു, അള്ളാഹുവിൻ്റെ ഇറാദത്തും, ലാ യഹൂലു ദൂനഹാ ഷൈഉൻ, അതിൻ്റെ മുമ്പിൽ ആരും മറയിടുകയില്ല, അങ്ങനത്തെ ഒരു ഇറാദത്ത്. അപ്പോൾ അത് വിശ്വസിക്കാത്തവർക്ക്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവർക്ക്, വെറും പ്രകൃതിയിൽ വിശ്വസിക്കുന്നവർക്ക്, വെറും മെഡിസിനിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് ഇത് വല്ലാത്ത അത്ഭുതകരമായി അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ഇത് കള്ളമാണ്, ഈസാ നബിക്കൊരു ഉപ്പില്ലാതെ ഈസാ നബി ഉണ്ടാവില്ല എന്ന് മാത്രം വിശ്വസിച്ചു വന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം എന്താ? ഇന്നമ അംറുഹു, അള്ളാഹുവിൻ്റെ കാര്യം എന്നുള്ളത്, ഇതാ അറാദ ഷൈഅൻ, അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അവൻ ആ കാര്യത്തോട് പറയലാണ്, കുൻ, നീ ഉണ്ടാവ് എന്ന് പറയും. ഫയക്കൂൻ, അപ്പോൾ ആ വസ്തു ഉണ്ടാവും. ഇപ്പോൾ ലോകത്തൊരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അള്ളാഹു കുൻ എന്ന് പറയാണ്, ഫയക്കൂൻ, അതുണ്ടാവും. ലോകത്തുള്ള ഓരോ വസ്തുവും അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അള്ളാഹുവിനെ അറിയാത്തവർക്ക് ഇത് വല്ലാത്ത ശക്ക, ഭയങ്കര പ്രയാസകരമായി വിശ്വസിക്കാൻ. എന്നാൽ വഹാനഹാദൽ ഈമാനു, ഇത് വിശ്വസിക്കുക വളരെ എളുപ്പമായി മാറി. അലാമൻ, ഒരുത്തർക്ക്, ആമന ബില്ല, അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്. എങ്ങനെ അള്ളാഹുവിനെ വിശ്വസിച്ചു? ക ഇലാഹിൻ, അള്ളാഹു ഒരു ഇലാഹാണെന്ന് വിശ്വസിച്ചു. ഖാദിരിൻ, കഴിവുള്ള, മുരീദിൻ, എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്ന, ഖാലിക്കിൻ സാനിയൻ, ഈ ലോകത്തെ ഉണ്ടാക്കിയ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ. അവരെങ്ങനെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത്? ഹുവ, അവൻ
അള്ളാഹുവാണ്. അൽ ഖാലിഖു സൃഷ്ടാവായ, അൽ ബാരിഉ പോറ്റി വളർത്തുന്ന, അൽ മുസവ്വിറു രൂപം നൽകുന്ന, ലഹു അള്ളാഹുവിനുണ്ട് അൽ അസ്മാഉൽ ഹുസ്ന വളരെ വിശിഷ്ടമായ വളരെ നല്ല ഒരുപാട് പേരുകൾ. യുസബ്ബിഹു ലഹു അള്ളാഹുവിന് വേണ്ടി കീർത്തനമാലപിക്കുന്നു, മാഫിസ് സമാവാത്തി വൽ അർളി ഭൂമിയിലും ആകാശത്തിലുമുള്ളവർ. വഹുവ അള്ളാഹു അൽ അസീസു പ്രതാപശാലിയാണ്, അൽ ഹക്കീമു യുക്തി ജ്ഞാനിയുമാണ്. ഹക്കീം എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്തായാലും വ ആമന ഒരുത്തർക്കും ബുദ്ധിമുട്ടായില്ല. അപ്പോൾ ഇതാണ് ഇങ്ങോട്ടാണ് പോണത് അതിൻ്റെ അത്ഫ്. ഈ ഈമാൻ പ്രയാസകരമായില്ല അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക്. പിന്നെ ആർക്കും വ ആമന ബി ഖൽഖി ആദമ ആദമിനെ സൃഷ്ടിച്ചത് മിൻ മാ ഇൻ വത്തീൻ ഭൂമിയിൽ നിന്നും മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് എന്ന് വിശ്വസിച്ചവർക്കും ഇത് പ്രയാസകരമായില്ല. എങ്ങനെ? വമിൻ ഗൈരി ഉമ്മിൻ വ അബിൻ ഉമ്മയും ബാപ്പയും ഇല്ലാതെയാണ്, ഉമ്മയും ബാപ്പയും ഇല്ലാതെ മണ്ണിൽ നിന്നും കളിമണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നുമാണ് അള്ളാഹുവിൻ്റെ ദൂതരായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചവർക്കും ഇത് വിശ്വസിക്കാൻ പ്രയാസമല്ല. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കുക? വവിലാദത്തും മിൻ ഉമ്മിൻ മിൻ ഗൈരി അബിൻ ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ടു മിൻ ഉമ്മിൻ ഉമ്മയിൽ നിന്ന്, മിൻ ഗൈരി അബിൻ ഉപ്പയില്ലാതെ. അപ്പോൾ ഉപ്പയില്ലാതെ വെറും ഒരു ഉമ്മയിൽ നിന്നാണ് പ്രസവിക്കപ്പെട്ടത് ഈസാ നബി അലൈഹിസ്സലാം. അക്കാര്യം അഹ്വനു വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പമാണ്, വിശ്വസിക്കാൻ ഏറ്റവും എളുപ്പമാണ്, വൈസറു ഏറ്റവും എളുപ്പമാണ്, ലിത്തസ്തീക്കി വിശ്വസിക്കാൻ എന്തിനേക്കാൾ മിൻ വിലാദത്തിൻ മിൻ ഗൈരി ഉമ്മിൻ വ അബിൻ ഉമ്മയും ഉപ്പയുമില്ലാതെ ഒരു കുട്ടിക്ക് ജനിക്കാം എന്ന് ഇത് വിശ്വസിക്കുന്നതിനേക്കാൾ എളുപ്പം എന്താ? ഉപ്പയില്ലാതെ ഉമ്മയിലൂടെ മാത്രം ഒരു കുട്ടിക്ക് ജനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവർക്ക് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. വലിദാലിക ഇതുകൊണ്ടൊക്കെയാണ് യഖൂലുല്ലാഹു തആല അല്ലാഹു തആല പറയുന്നത് ഇന്ന മസല ഈസ ഇൻദല്ലാഹ് ഇന്ന മസല ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉദാഹരണം ഇൻദല്ലാഹി അല്ലാഹുവിൻ്റെ അടുത്ത് കമസലി ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉദാഹരണം പോലെയാണ്. ഖലഖഹു ആദം നബി അള്ളാഹു സൃഷ്ടിച്ചത് മിൻ തുറാബിൻ മണ്ണിൽ നിന്നാണ്. സുമ്മ ഖാല ലഹു എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു കുൻ ആ മണ്ണിനോട് പറഞ്ഞു കുൻ മണ്ണേ നീ ഉണ്ടാവുക, ഫയക്കൂൻ അപ്പോൾ ആ മണ്ണ് ഉണ്ടായി, അഥവാ ആദം നബി അലൈഹിസ്സലാമായി മാറി. അപ്പോൾ ഇതൊന്നും വലിയ പ്രയാസമല്ല വിശ്വസിക്കാൻ. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യവും എന്തായാലും അംറുൻ ഒരു കാര്യം തന്നെ, കുല്ലുഹു ആ കാര്യം മുഴുവൻ അജബ് അത്ഭുതം. അതാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയാവുന്ന ഒരു കാര്യം. അംറു സയ്യിദിന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യം കുല്ലുഹു അത് മുഴുവൻ അജബ് അത്ഭുതമാണ്. വഖദ് കാനത്ത് വിലാദത്തുഹു അദ്ദേഹത്തിൻ്റെ പ്രസവമായിരുന്നു ഫി അസിരിൻ ഒരു കാലഘട്ടത്തിലായിരുന്നു, ബലഗത്ത് ഫീഹി ആ കാലഘട്ടത്തിൽ എത്തിയിരുന്നു യൂനാനു ഗ്രീക്ക്, യൂനാനി എന്ന് കേട്ടിട്ടില്ലേ മരുന്ന്, അപ്പോൾ ഗ്രീക്ക് മെഡിസിൻ, ഓക്കെ, ഗ്രീക്ക് വൈദ്യ ജ്ഞാനം എത്തിയിരുന്നു. ഔജ് എന്ന് പറഞ്ഞാൽ ഉന്നതി, ഔജ് അല്ലാതെ ഔജഹ എന്ന് പറഞ്ഞ ഒറ്റ വാക്കല്ല. യൂനാൻ എത്തിയിരുന്നു ഔജ ഹ ആ ഒരു അറിവിൻ്റെ ഉന്നതിയിലെത്തിയിരുന്നു. ഔജ് എന്ന ഉന്നതി. ഫിൽ ഉലൂമിൽ അഖ്ലിയ ബുദ്ധിപരമായ അറിവുകളിൽ, ബുദ്ധിപരമായ ഒരുപാട് അറിവുകളുണ്ട്. റിയാലിയ അതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രാക്ടീസുകളായിട്ടുള്ള അറിവുകളുണ്ട്. മാത്തമാറ്റിക് അതാണ് റിയാലിയ, മാത്തമാറ്റിക്കായിട്ടുള്ള അറിവുകളിലും. വക്കാനത്തിൽ ത്വിബി ഈ റിയാലിയക്കും അഖിലിയക്കുമുള്ള പോലെ തന്നെ ത്വിബിനും ഉണ്ടായിരുന്നു ദൗലത്തുൻ വ സൗലത്തുൻ. ദൗലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നാട് എന്നല്ല അർത്ഥം, രാജ്യം എന്നല്ല അർത്ഥം. ഒരു കഴിവ്, കൂവത്ത്, അധികാരമുണ്ടായിരുന്നു. സൗലത്ത് ഒരു മുന്നേറ്റമുണ്ടായിരുന്നു. സൗലത്ത് എന്ന മിഖ്ദാം മുന്നേറ്റമുണ്ടായിരുന്നു. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.